ആദിത്യവർമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അടുത്തതായി ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ഇന്ത്യവുഡ് ബോർഡ് ചെയർമാൻ സർ സോഹൻ റോയിയെ ക്ഷണിക്കുന്നു. ഇന്ത്യവുഡ് ഭാഷാ കേസരി പുരസ്കാരത്തിനായ ശ്രീ ശ്രീകുമാരൻ തമ്പിസാറിന് ഇന്ത്യയുടെ സ്നേഹ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ക്യാഷ് അവാർഡ് നൽകുന്നതായി ഇന്ത്യവുഡ് ബോർഡ് ചെയർമാൻ സർ സോഹൻ റോയ്. ഒപ്പം സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി പുനലൂരിന്റെ MLA ശ്രീ PS സുബാൻ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന പുരസ്കാരമേളയായ ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം 2025 വിതരണം ചെയ്തു. ഫെബ്രുവരി 25 ബുധനാഴ്ച വൈകുന്നേരം വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി പ്രശസ്ത ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഭാഷാ കേസരി പുരസ്കാരമായ 5,01,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മയാണ് സമർപ്പിച്ചത്. മലയാളം സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ചില പാഠങ്ങൾ വായിക്കാൻ തന്നെ ചില പ്രയാസമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള സിലബസുകൾ ഉണ്ടായ കുട്ടികൾക്ക് മലയാളം പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ഉത്സാഹം വരും. തീർച്ചയായിട്ടും എല്ലാ ആശീർവാദങ്ങളും നൽകുന്നു. എന്നെ വിളിച്ചത് ഇവിടെ വരാൻ കഴിഞ്ഞു, ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഒരു സിനിമയ്ക്കോ ഒരു പുസ്തകത്തിനോ ഒരു ഗാനത്തിനുമല്ല എനിക്ക് പുരസ്കാരം തന്നിരിക്കുന്നത്. ഭാഷാ കേസരി പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പേര്. 11ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ കവിത കുന്നും കുഴിയിൽ എഴുതിയത്. 11ാമത്തെ വയസ്സ്. ഞാൻ ഈ വർഷം 86ാം വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 25 വർഷമാണ് ഞാൻ സാഹിത്യത്തിൽ ജീവിച്ചത്. അപ്പോൾ സിനിമയ്ക്കും സാഹിത്യത്തിനും സിനിമയ്ക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എൻ്റെ ജീവിതം. പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ അർഹനായി. 5,01,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. ശ്രീ MD രാജേന്ദ്രന് 5,01,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുകയാണ് ശ്രീമതി അഭിനി സോഹൻ റോയ്. MA രാജഗോപാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. എഴുത്തമ്മ പുരസ്കാര സമർപ്പണത്തിന് കൂടി അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു ബോധ്യമുണ്ടോ. ജീവിതത്തിൽ എഡിറ്റിംഗ് വേണം എന്നുള്ള പാട്ടിലൂടെ ഞാൻ പഠിച്ചു. അമ്മ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അടുത്ത കൊല്ലം എൻ്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. കവികൾ എല്ലാം വിരുദ്ധന്മാരാണ്. മലയാളത്തിന് കന്നഡ കൊടുത്ത ഒരാൾക്കുണ്ട്, പേര് ഞാൻ പറയില്ല. ആ മനുഷ്യനുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത റഫീഖുണ്ട്. ഇവരൊന്നും മത്സരം ഉണ്ടാകണം. വൃത്തത്തിൽ കവിത എഴുതണം. വൃത്തത്തിൽ സ്വാതന്ത്ര്യം എഴുതുന്ന കവിതയൊക്കെ വൃത്താധിഷ്ഠിതം. ഛന്ദസ്സും വൃത്തവും വൃത്തിയുമില്ലാത്ത ഇന്നത്തെ കവിത മാറ്റി മറിച്ചുകൊണ്ട് ഖണ്ഡകാവ്യങ്ങൾ എഴുതണം. ഒരു പ്രഭാവം, ഒരു ജയകുമാർ, IAS ഞാൻ പറയുന്നുണ്ട്, എൻ്റെ കവിയാണത്. ജയകുമാർ, പ്രഭാവകുമാർ, കുറച്ച് പേര് മാത്രമേ ഖണ്ഡകാവ്യം എഴുതാറുള്ളൂ. ഖണ്ഡകാവ്യത്തിലെ ഒരു ഖണ്ഡകാവ്യമാണ് എൻ്റെ ഖണ്ഡകാവ്യം. കൂടാതെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ 25 മേഖലകളിൽ നിന്നുള്ള ജേതാക്കൾക്ക് 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ലഭിച്ച 1000-ഓളം എൻട്രികളിൽ നിന്നും മുരുകൻ കാട്ടാക്കട, ആലംകോട് ലീലാകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, VR സുധീഷ് എന്നിവരടങ്ങിയ ഉന്നതതല ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. ഏരീസ് ഗ്രൂപ്പ് CEO-യും സ്ഥാപക ചെയർമാനുമായ സോഹൻ റോയ് നേതൃത്വം നൽകുന്ന ഇന്ത്യവുഡ് 2020 തുടക്കം കുറിച്ച ഭാഷാ സാഹിത്യ പുരസ്കാരമേള വഴി നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട യുവതലമുറയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഇത്തവണ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോഹൻ റോയുടെ 3001 അണുകവിതകൾ ഉൾപ്പെടുത്തിയ അണുമഹാകാവ്യത്തിന്റെയും ഡോക്ടർ N പൃഥ്വിരാജിന്റെ ക്യാപ്റ്റൻസ് ഇന്നിംഗ്സ് എന്ന പ്രൊഫഷണൽ ബയോഗ്രഫിയുടെ മലയാള പരിഭാഷയുടെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു.
എല്ലാവർക്കും. പുനലൂർ എം.എൽ.എ. പി.എ. സുബാൽ, മുൻ എം.എൽ.എ. കെ.എൻ.കെ. ഖാദർ, പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ, കൈരളി ടി.വി. ഡയറക്ടർ ടി.ആർ. അജയൻ, മുരുകൻ കാട്ടാക്കട, റഫീഖ് അഹമ്മദ്, വി.ആർ. സുധീഷ്, ഏരിയസ് ഗ്രൂപ്പ് സിഇഒയും സ്ഥാപക ചെയർമാനുമായ സോഹൻ റോയി, അവിനി സോഹൻ റോയി, ഏരിയസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ. പൃഥ്വിരാജ്, ദീപ പൃഥ്വിരാജ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.